അപ്പോ പേട്രിയൻ എന്ന മൂവി കണ്ടു. ഈ വർഷത്തെ തന്നെ ഞാൻ വളരെയധികം ആന്റിസിപ്പേഷനോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു പേട്രിയറ്റ്. ഒപ്പീനിയൻ പറയാനാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് കാര്യത്തില്. കാരണം നമ്മൾ ലാലേട്ടൻ മമ്മൂട്ടി ഇത്രയും വർഷത്തിന് ശേഷം ഒരു റീയൂണിയൻ ആയിട്ട് സിനിമ വരുന്ന സമയത്ത് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയാ, ഒരു കിടിലൻ സിനിമ കിട്ടും എന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരു ഒരു ആ ഒരു ലെവലിലേക്ക് എത്തൂല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ തന്നെയായി സിനിമ. ഒരു വളരെയധികം ആവറേജ്ഡ് ആയിപ്പോയി. ഇത്രയും നല്ലൊരു കാസ്റ്റ് ഉണ്ടായിട്ട്, ഇത്ര നല്ലൊരു ഡയറക്ടർ ഉണ്ടായിട്ട്, ക്രൂ ഒക്കെ എത്ര കിടിലൻ ക്രൂ ആണ്. പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയി. സ്ക്രിപ്റ്റ് മോശമായി പോയി. ഇപ്പൊ ഡയറക്ടർ അറിയാലോ, മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പുള്ളി ഡയറക്ഷൻ ഒന്നും പറയാനൊന്നുമില്ല, നല്ല മര്യാദക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആളത് എഴുതിയിട്ടുള്ളത്, പക്ഷെ ആ എഴുത്തിലാണ് പാളിയിട്ടുള്ളത്. കാരണം മേക്കിംഗ് ഇതിന് കിടുവായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി മനോജ് നന്ദൻ ആയാലും, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ആയാലും, ഇനി പറയാനാണെങ്കിൽ ഇത് എഡിറ്റർ മഹേഷ് നാരായണൻ, അതുപോലെ തന്നെ രാഹുൽ രാധാകൃഷ്ണനാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും എനിക്കൊരു അഭിപ്രായം പറയാനില്ല, കാരണം അതൊക്കെ അടിപൊളിയായിരുന്നു. സിനിമ എടുത്തു വെച്ച മേക്കിംഗ് സീനായിരുന്നു, പക്ഷേ സ്റ്റോറി വളരെയധികം മോശമായിരുന്നു. ഒരു ബേസ് ലൈൻ സ്റ്റോറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ നമുക്ക് ഒരു ഗൂസ് ബംസ് തരാനോ ഒന്നും പറ്റിയില്ല. ഈവൻ ലാലേട്ടന്റെ ക്യാമിയോ പോലും ഞാൻ വിചാരിച്ചു വളരെ എക്സൈറ്റഡ് ആവാൻ പറ്റുന്നു. ഇല്ല, ഒരു പലരും തിയേറ്ററിൽ ഓടിയിട്ടാൽ പോലും നമുക്ക് ഓടിട്ടിട്ട് പോലും ആ ഒരു വന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആളെ കണ്ടല്ലോ എന്നുള്ള ഒരു സുഖമൊന്നും കിട്ടിയില്ല. സാധാരണ നമുക്ക് അങ്ങനെയാണല്ലോ, ക്യാമിയോ വരുമ്പോൾ ഒരു രോമാഞ്ചം കെട്ടിൽ ഗൂസ് ബംസ് സീന് വരിക എന്നുള്ള സംഭവം ഉണ്ട്. വളരെ പ്ലെയിൻ ആയി പോയി. ഈ കഥ എന്തിനെടുത്തു എന്ന് വരെ തോന്നലായി പോയി. സംഭവം ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മെസ്സേജ് തരുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ പറ്റില്ല. വെറുതെ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്താൽ മതി. പക്ഷെ അതല്ല, ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ സിനിമ ചെയ്ത പോലെ തോന്നി. മഹേഷ് നാരായണന്റെ തന്നെ ഈ അറിയിപ്പ് സിനിമ കണ്ടൊരു മനസ്സിലാവും. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കുറച്ച് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത സിനിമയാണ് അറിയിപ്പ്. പക്ഷെ അതും ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിൽ എടുക്കേണ്ടിയിരുന്ന പടമായിരുന്നു. അതുകൊണ്ട് അത് ഓടിട്ട് ഇറക്കിയപ്പോൾ നമുക്ക് അതിൽ അത്ര മോശമായിട്ട് തോന്നില്ല. സിനിമയുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാസ്റ്റാണ്. കാരണം ഇതിലിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസില്, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ദർശന, പിന്നെ രേവതി, ഗ്രേസ് ആന്റണി, പിന്നെ സെറീൻ ശിഹാബ്, ഇവരൊക്കെ മെയിൻ ആയിട്ട് ഇതിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ പെർഫോമൻസുകളൊക്കെ ഒന്നും എനിക്ക് പറയാനില്ല, കാരണം ഒക്കെ നല്ലതായിട്ട് വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഒരു കണ്ടന്റ് ഇതിലില്ല. ഇവരെ പെർഫോമൻസ് കൊണ്ട് മികവുണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ നമ്മളെ ഇതൊരു ത്രില്ലറാണ്, ശരിക്കും ഒരു സ്പൈ ത്രില്ലറാന്ന് പറയാം. ആ ഒരു ത്രില്ലിങ് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി കഥയിലോട്ട് വരാനാണെങ്കിൽ ഇതിൽ മമ്മൂക്ക DSW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയിലേക്ക് ഒരു സയന്റിഫിക് അഡ്വൈസർ എന്ന് പറയും. ഈ ടെക്നിക്കലി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ആള്, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആള് പിന്നീട് ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ട്, എന്താ പറയാ, ഈ സ്പൈ മാൽവെയറുകൾ കയറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ മോണിറ്റർ ചെയ്യാം. നമ്മളെ ഡിവൈസുകൾ അവരൊരു സ്പൈ സോഫ്റ്റ്വെയർ കയറ്റിയതിന് ശേഷം നമ്മൾ മോണിറ്റർ ചെയ്യും. സോ നമ്മളെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞിട്ട് പിന്നെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് ഫ്യൂച്ചറിൽ നടക്കാതിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നല്ലതാണ്. ആ പറയുന്ന കാര്യം എടുത്ത കണ്ടെന്നല്ല, പക്ഷെ അതൊരിക്കലും ആ രീതിക്ക് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ത്രില്ലർ എക്സ്പീരിയൻസിൽ എക്സിക്യൂട്ടീവ് ഒരിക്കലും ഇത് പറ്റിയില്ല. സോ ആ സംഭവത്തിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് ഒരാളാണ് നമ്മുടെ മമ്മൂക്ക ഇതില്. സോ ആളുടെ ഒരു സ്പൈ ആള് സ്പൈ ആയി മാറാണല്ലോ പിന്നീട്. അപ്പൊ ആളുടെ ആ സ്പൈ ലൈഫും, പിന്നെ ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. യൂട്യൂബറാണ് പുള്ളിക്കാരൻ. ഇതില് വിമതൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചെയ്യുന്നതോ, പിന്നെ അതിൽ കുറെ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഫോട്ടോക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അങ്ങനെ കുറെ വ്ളോഗേഴ്സിനെ കാണിക്കലും. പിന്നെ ഈ ഒരു സംഭവം തന്നെ അതില് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഇതിൽ ഫഹദ് ഫാസിലാണ്. അത് നമുക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓപ്പോസിറ്റ് വരുന്നത് ഫഹദ് ഫാസിലാണെന്നുള്ളത്. അപ്പൊ അതന്നെ ആ ഒരു സ്പൈ ത്രില്ലർ. പക്ഷെ ആ ത്രില്ലർ എന്ന് പറഞ്ഞ സംഭവം മാറ്റി വെക്കേണ്ടത് ഒരു സ്പൈ സിനിമ കാണുന്ന പോലെ ഉണ്ടാവും. ത്രില്ലിങ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ പോയി കണ്ട് സമയം വേസ്റ്റ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് കുറെ പ്രതീക്ഷകളുണ്ടാവും. ലാലേട്ടൻ മമ്മൂക്ക കുറെ കാലത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെറുതെ നിങ്ങൾക്ക് അവര് കുറെ കാലത്തിന് ശേഷം ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ പോയി നോക്കി. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ OTT കാണാം. ഇത് സോൾലി എന്റെ ഒപ്പീനിയൻ ആണ്. എനിക്കിത് വർക്കായില്ല. അപ്പോൾ ഇതാണ്. കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. കാണാത്തവര്
ഇനി OTT വരുമ്പോ കണ്ടിട്ട് വേണമെങ്കിൽ അഭിപ്രായം അറിയിച്ചോളൂ. അല്ലാതെ നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.